ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് ഒരു പ്രധാന ഗ്രഹത്തിൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ്. അതായത് നവഗ്രഹങ്ങളിൽ ഏറ്റവും ശുഭത്വമുള്ള ഒരു ഗ്രഹം, ആ ഗ്രഹം ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ പോസിറ്റീവ് ചേഞ്ചുകളെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. 2025 ഒക്ടോബർ 18 വ്യാഴഗ്രഹം മിഥുനം രാശിയിൽ നിന്നും അതിൻ്റെ ഉച്ചരാശിയായ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണാനുഭവങ്ങൾ, പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ 2025 അത്യപൂർവമായിട്ടുള്ള ഒരു രാശിമാറ്റമായിട്ട് ഗുരുഗ്രഹത്തിൻ്റെ കർക്കിടക രാശിയിലേക്കുള്ള രാശിമാറ്റത്തെ കാണാം. ഒക്ടോബർ 18 ഗുരുഗ്രഹം അഥവാ വേഴഗ്രഹം ആ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നത്. ഇപ്പോൾ ഗുരു മിഥുനം രാശിയിൽ സഞ്ചരിക്കുകയാണ്. കഴിഞ്ഞ മെയ് 14 ഗുരു മിഥുനം രാശിയിൽ വന്നത്. അപ്പോൾ ആ മിഥുനം രാശിയിൽ വന്നു കഴിഞ്ഞാൽ സാധാരണ ഏത് രാശിയിൽ ഗുരുഗ്രഹം വന്നാലും ആ രാശിയിൽ ഒരു വർഷത്തോളം സ്ഥിതി ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ ആ ഗുരു മിഥുനം രാശിയിൽ സഞ്ചരിക്കുകയാണ്. എങ്കിലും ആ ഗുരു മിഥുനം രാശിയിൽ അതിവേഗത്തിൽ സഞ്ചരിക്കുകയാണ്. അതിചാരിയായിട്ടാണ് ഗുരു വരുന്നത്. അപ്പോൾ അതിചാരിയായിട്ട് അതിവേഗത്തിൽ ഗുരു സഞ്ചരിക്കുന്നത് കൊണ്ട് ആ ഗുരു ഒക്ടോബർ 18 ആവുമ്പോൾ മിഥുനം രാശി കവർ ചെയ്ത് അത് കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുന്ന ഒരവസ്ഥ വരുന്നു. അങ്ങനെ ഇത് ഹ്രസ്വകാലത്തേക്കുള്ളൊരു രാശിമാറ്റാണ്. ഒക്ടോബർ 18 മുതൽ ഡിസംബർ 5 വരെ മാത്രമേ ആ ഗുരു കർക്കിടക രാശിയിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ കർക്കിടക രാശിയിൽ ഗുരു പ്രവേശിച്ച് കഴിയുമ്പോൾ ആ ഗുരുവിൻ്റെ വേഗത കുറയും. അങ്ങനെ ഗുരുവിൻ്റെ വേഗത കുറയുകയും ആ ഗുരു വക്രഗതിയിലാകുകയും തിരിച്ച് വീണ്ടും മിഥുനം രാശിയിലേക്ക് ഡിസംബർ 5 ആ ഗുരുഗ്രഹം മിഥുനം രാശിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഹ്രസ്വകാലത്തേക്കുള്ളൊരു രാശിമാറ്റം. പക്ഷേ ഹ്രസ്വകാലത്തേക്കുള്ള രാശിമാറ്റമാണ് എങ്കിലും അത് ഉച്ചരാശിയിലാണ്. ഈ നവഗ്രഹങ്ങളിൽ ഏറ്റവും ശുഭത്വമുള്ള ഗ്രഹം ഉച്ചരാശിയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഹ്രസ്വകാലത്തേക്കാണെങ്കിലും അത് വളരെ ഗുണാനുഭവങ്ങൾ ഓരോ തലത്തിൽ ഓരോ കൂറുകാർക്കും ഉണ്ടാകും. അപ്പോൾ അത് ചിലപ്പോൾ ഇഷ്ടസ്ഥാനത്തായിരിക്കണമെന്നല്ല രാശിമാറ്റം, എങ്കിലും ആ ഗുരുവിൻ്റെ ദൃഷ്ടി, അത് സ്പെഷ്യലായിട്ടുള്ള പ്രത്യേക ദൃഷ്ടികൾ ഗുരുവിനുണ്ട്. അത് വളരെ ഗുണാനുഭവങ്ങൾ ഓരോ കൂറുകാർക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ചേഞ്ചുകൾ ഈ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ഗുരുവിൻ്റെ കർക്കിടക രാശിയിലേക്കുള്ള രാശിമാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചിക കൂറുകാർക്കും ലഗ്നക്കാർക്കും ഗുരുവിൻ്റെ രാശിമാറ്റം എന്ത് പോസിറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കും എന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും, അതായത് മകം, പൂരം, ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്ക് ഈ ഗുരുവിൻ്റെ കർക്കിടക രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം. ഇപ്പോൾ ചിങ്ങക്കൂറുകാരെന്ന് പറയുമ്പോൾ അവരുടെ 5ഉം 8ഉം ഭാവാധിപനാണ് ഗുരു. 5ഉം 8ഉം ഭാവാധിപനായിട്ടുള്ള ഗുരു ഇപ്പോൾ അവരുടെ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് 11ാം ഭാവരാശിയിൽ മിഥുനം രാശിയിൽ സഞ്ചരിക്കുകയാണ്. ഒക്ടോബർ 18 ആ 11ാം ഭാവരാശിയിൽ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന ഗുരു ഒക്ടോബർ 18 12ാം ഭാവമായ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നു. ഈ 12ാം ഭാവരാശി എന്ന് പറയുന്നത് ഗുരുവിൻ്റെ ഉച്ചരാശിയാണ്. ഈ രാശി മാറ്റം പ്രത്യേകിച്ച് അത് ഹ്രസ്വകാലത്തേക്കുള്ള മാറ്റമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഏകദേശം ഒരു 48 ദിവസത്തോളം മാത്രമേ ആ ഗുരു കർക്കിടക രാശിയിൽ ഉണ്ടാകുകയുള്ളൂ. ഒക്ടോബർ 18 മുതൽ ഡിസംബർ 5 വരെ ആ ഗുരു കർക്കിടക രാശിയിൽ ഉണ്ടാകും. സാധാരണ ഒരു ഗ്രഹം പ്രത്യേകിച്ച് ഈ മിഥുനം രാശിയിൽ കഴിഞ്ഞ മെയ് 14 ഗുരു വന്നത്. അപ്പോൾ ആ ഗുരുഗ്രഹം അവിടെ ഒരു വർഷം നിൽക്കണം. പക്ഷേ ഇത്തവണ ഒരു വർഷത്തിനിടയ്ക്ക് ആ ഗുരുഗ്രഹം മിഥുനം രാശിയിൽ നിന്ന് 11 നിന്ന് 12 വേഗത കൊണ്ട് രാശി മാറേണ്ടി വരുന്നു. അപ്പോൾ ഈ മിഥുനം രാശിയിൽ നിന്നും കർക്കിടക രാശിയിലേക്ക് വരുന്ന ഗുരുഗ്രഹം ക്രമേണ അതിൻ്റെ വേഗത കുറഞ്ഞ് വക്രത്തിലായി
തിരികെ വീണ്ടും 11ലേക്ക് ഡിസംബർ 5 11-ാം ഭാവരാശിയിലേക്ക് തിരികെ പോകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ ഒരു 48 ദിവസത്തോളം മാത്രമേ ആ ഗുരു 12-ാം ഭാവരാശിയിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അവിടെ ഈ 12 നിൽക്കുന്ന ഗുരു അവർ ഈ കൂറുകാരുടെ 4, 6, 8 ഭാവരാശികളിൽ ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ ഗുരുവിൻ്റെ ദൃഷ്ടി ഈ 3 ഭാവങ്ങളിലാണ് വരുന്നത്. അപ്പോൾ പൊതുവെ നമുക്ക് ഈ രാശിയുടെ പ്രത്യേകിച്ച് കർക്കിടക രാശിയിലേക്ക് ഗുരുവിൻ്റെ രാശിമാറ്റം വരിക എന്ന് പറയുമ്പോൾ നമ്മൾ 5-ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണ് 12ലേക്ക് വരുന്നത്. അപ്പോൾ 5th ലോർഡ് 12ലേക്ക് വരിക എന്ന് പറയുമ്പോൾ അതും 12ൽ ഉച്ചസ്ഥിതനാകുകയാണ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ വിദേശത്ത് ദൂരസ്ഥലത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് വളരെ ഗുണാനുഭവം ഈ സമയത്ത് ഉണ്ടാകും. വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്ക് അവർ ഇഷ്ടപ്പെട്ട വിദേശ സ്ഥാപനത്തിൽ അഡ്മിഷൻ സാധ്യമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് വിദേശത്ത് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പഠനത്തിന് അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് ദൂരസ്ഥലങ്ങളിൽ പഠിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതേസമയം പഠന സംബന്ധമായ കാര്യങ്ങളിൽ ചെലവ് കൂടാവുന്ന സ്ഥിതിയും കൂടെ കാണുന്നുണ്ട്. കാരണം 12ലേക്കാണ് ആ ഗുരു വരുന്നത്. അപ്പം 12 വ്യയസ്ഥാനവും കൂടിയാണ്. അപ്പം 5-ാം ഭാവാധിപൻ 12ൽ പോവുക എന്ന് പറയുമ്പോൾ സന്താനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പഠന കാര്യങ്ങൾക്ക് വേണ്ടിയോ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയോ ദൂരയാത്രകൾക്ക് വേണ്ടിയോ നമുക്ക് ധനച്ചെലവ് ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ചിലപ്പോൾ ഈ സന്താനങ്ങളുടെ ആരോഗ്യ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചില കാര്യങ്ങൾക്കും ധനച്ചെലവ് ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. 5-ാം ഭാവാധിപൻ 12 വരികയാണ്. അപ്പോൾ ഉപാസനാദി കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ പണച്ചെലവുണ്ടാകാം. ആത്മീയ ചിന്തയൊക്കെ കൂടുന്ന സമയമായിരിക്കാം. തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട്. സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ ആത്മീയ വിഷയങ്ങളിലൊക്കെ ഫോക്കസ് കൂടുന്ന സമയം എന്ന് തന്നെ പറയാം. അപ്പോൾ പൊതുവെ നമുക്ക് അതിനുവേണ്ടി ആത്മീയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നതിനൊക്കെ ഉള്ള ഒരു പ്ലാനും പദ്ധതികളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് നമ്മൾ തയ്യാറാക്കിയെന്ന് വരാം. അതുപോലെ ഈ ഗുരു 8-ാം ഭാവാധിപനും കൂടിയാണ്. ആ 8-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 12ലേക്കാണ് വരുന്നത്. അഷ്ടമ ഭാവാധിപൻ 12 വരുന്നത് ഒരു തരത്തിലുള്ള ഒരു രാജയോഗമാണ്, വിപരീത രാജയോഗമാണ്. അത് പ്രത്യേകിച്ച് ആ ഗുരു അഷ്ടമഭാവാധിപൻ 12 നിന്നിട്ട് അഷ്ടമത്തിലേക്ക് ദൃഷ്ടിയും കൂടെ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ നമുക്ക് ഈ മതപരമായിട്ടുള്ള പഠനം, ആതുര സേവനം ഇവയിലൊക്കെ നമുക്ക് താല്പര്യം കൂടുന്ന സമയമാണ്. വിദേശത്തൊക്കെ ഗവേഷണം ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ്. ഇൻഹെറിറ്റൻസ് വഴിയൊക്കെ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടവും ധനച്ചെലവും ഇവർക്ക് ഈ സമയത്ത് വരും. രണ്ടും വരും, അതാണ് സാധ്യത. പ്രത്യേകിച്ച് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ എന്തെങ്കിലുമൊക്കെ ബാഡ് ഹാബിറ്റ്, അച്ചടക്കമില്ലായ്മ, അല്ലെങ്കിൽ താണതരത്തിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും അവഹേളനങ്ങൾ, അപവാദങ്ങൾ ഒക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. ഒരു പോസിറ്റീവ് ചേഞ്ച് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പാപകർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്നുമൊക്കെ നമ്മൾ പിന്മാറും. നല്ല കാര്യങ്ങളിൽ പറ്റി ചിന്തിക്കുന്ന സമയം എന്ന് പറയാം. മോശമായിട്ടുള്ള കർമ്മങ്ങൾ, മോശമായിട്ടുള്ള പ്രവൃത്തികൾ, ബാഡ് ഹാബിറ്റുകൾ, അതുപോലെ എന്തെങ്കിലും അവഹേളനങ്ങൾ, അപവാദങ്ങൾ, ഇവയിൽ നിന്നൊക്കെ നമുക്ക് ഒരു മുക്തി ഈ സമയത്ത് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഈ ഗുരുവിൻ്റെ 12ലെ അഷ്ടമഭാവാധിപനായിട്ടുള്ള ഗുരു 12ൽ രാശി മാറുകയും ആ അഷ്ടമത്തിലേക്ക് ദൃഷ്ടി ചെയ്യുകയും വഴി ഉണ്ടാകുന്നത്. അതേസമയം നമുക്ക് ഈ ഗുരു 12ൽ ഉച്ചസ്ഥിതനായിട്ടാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ചെലവ് ഈ സമയത്ത് വന്നുവിടും. അത് പക്ഷെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവായിരിക്കും, ഭാവിയിൽ ഗുണം കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവായിരിക്കും. അപ്പോൾ ചിലപ്പോൾ റിയൽ എസ്റ്റേറ്റ് തലത്തിൽ ചിലപ്പോൾ കാശ് മുടക്കാൻ സാധ്യതയുണ്ട്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ, അല്ലെങ്കിൽ വസ്തു വാങ്ങുന്നതിന് വേണ്ടി,
അല്ലെങ്കിൽ വാഹനം വാങ്ങുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഭവനം പടുത്തുയർത്തുന്നതിന്, വീട് വയ്ക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ വീട് വാങ്ങുന്നതിന് വേണ്ടി, ഇവയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള ചിലവ് ചിലപ്പോൾ ഈ സമയത്ത് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വീടൊക്കെ പുതുക്കുന്നതിനോ അതിനു വേണ്ടിയൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവ് ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവയുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ധനച്ചെലവ്, മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, ഇവയ്ക്കൊക്കെ ചിലപ്പോൾ ഈ അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് ഈ സമയത്ത് ഉണ്ടാകാം. അതുപോലെ തന്നെ ചിലർക്ക് ഭാവിയിൽ ഗുണം കിട്ടുന്ന പദ്ധതികളിൽ പണം നിക്ഷേപിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇൻഷുറൻസിനോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റിലോ ഒക്കെ കാശ് മുടക്കാം. ഭാവിയിൽ ഗുണം കിട്ടാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പദ്ധതികളിലൊക്കെ കാശ് മുടക്കും. അങ്ങനെ പൊതുവെ നമുക്ക് ധനപരമായിട്ട് ചെലവ് കൂടും. അത് പൊതുവെ നമുക്ക് നന്മയ്ക്ക് വേണ്ടിയുള്ള, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള, സന്താന ഗുണങ്ങൾക്ക് വേണ്ടിയുള്ള, സന്താനത്തിൻ്റെ പഠനത്തിന് വേണ്ടിയുള്ള, ദൂരയാത്രകൾക്ക് വേണ്ടിയുള്ള, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള, അല്ലെങ്കിൽ തീർത്ഥാടന യാത്രകൾക്ക് വേണ്ടിയുള്ള, അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പണച്ചെലവ് ഈ സമയത്ത് പൊടുന്നനെ ഉണ്ടാകും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അതേസമയം ചിലർക്ക് അവരുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില നേട്ടങ്ങളും സാമ്പത്തികമായ നേട്ടങ്ങളും അനോൺ സോഴ്സിൽ നിന്ന് ഉണ്ടാകുന്നതിനും സാധ്യതയുള്ള സമയമാണ്. തൊഴിലിടത്തൊക്കെ പ്രശ്നങ്ങൾ ഉള്ള കാരണങ്ങൾ ഒക്കെ കണ്ടെത്തി ആരാണ് ഈ തൊഴിലിടത്ത് നമ്മളെ ശത്രുക്കൾ എന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള ഒരു പരിഹാരമൊക്കെ ഈ സമയത്ത് കണ്ടെത്താനാകും. പൊതുവെ നമുക്ക് പൂർവ കർമ്മ ദോഷങ്ങൾ, പൂർവ എന്ന് പറയുമ്പോൾ മുൻ ജന്മം എന്നുള്ള അർത്ഥത്തിലല്ല, മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള ഇപ്പോൾ ഈ ജന്മത്തിൽ തന്നെ മുൻകാലങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മപ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും ദോഷം വന്നിട്ടുണ്ടെങ്കിൽ ആ ദോഷങ്ങളുടെ തീവ്രതയൊക്കെ ഈ ഗുരുവിൻ്റെ രാശിമാറ്റം കൊണ്ട് മാറും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ഗുരു കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ കന്നിക്കുറുകാരെന്ന് പറയുമ്പോൾ ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, അത്തം, അതുപോലെ ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ഗുരു എന്ന് പറയുന്നത് അവരുടെ 4-ാം ഭാവാധിപനും 7-ാം ഭാവാധിപനുമാണ്. 4ഉം 7ഉം ഭാവാധിപനായിട്ടുള്ള ഗുരു ഇപ്പോൾ അവരുടെ കർമ്മസ്ഥാനത്ത് മിഥുനൻ രാശിയിൽ സഞ്ചരിക്കുകയാണ്. ഒക്ടോബർ 18 കർമ്മസ്ഥാനത്ത് 10ാം ഭാവരാശിയിൽ മിഥുന രാശിയിൽ സഞ്ചരിക്കുന്ന ഗുരു 11ാം ഭാവരാശിയിലേക്ക്, നേട്ടത്തിൻ്റെ സ്ഥാനത്തേക്ക് കർക്കിടക രാശിയിലേക്ക് രാശി മാറുകയാണ്. ഈ 11ാം ഭാവരാശി എന്ന് പറയുന്നത് കന്നിക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുരുവിൻ്റെ ഉച്ചരാശിയാണ്. അപ്പോൾ ഈ ഗുരുവിൻ്റെ ഈ രാശി മാറ്റം എന്ന് പറയുന്നത് സ്ഥായിയായ മാറ്റമല്ല, ഹ്രസ്വകാലത്തേക്കുള്ള ഒരു മാറ്റമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒക്ടോബർ 18 മുതൽ ഡിസംബർ 5 വരെ മാത്രമേ ആ ഗുരു 11ാം ഭാവരാശിയിൽ ഉണ്ടാവുകയുള്ളൂ. ഇപ്പം സാധാരണ ഗുരു ഒരു രാശിയിൽ വന്നാൽ, ഇപ്പോൾ ഗുരു ഈ കർമ്മസ്ഥാനത്ത് മിഥുനം രാശിയിൽ വന്നത് തന്നെ കഴിഞ്ഞ മെയ് 14-നാണ്. ഇപ്പം മെയ് 14-ന് ഗുരു അവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും യൂഷ്വൽ കോഴ്സിൽ ആ ഗുരു അടുത്ത 2026 മെയ് വരെ ആ രാശിയിൽ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഈ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന ആ ഗുരു അതിചാരിയായി അതിവേഗതയിൽ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഒക്ടോബർ 18 ആ മിഥുനം രാശി കടന്ന്, അതായത് കർമ്മഭാവം കഴിഞ്ഞ് 10ാം ഭാവരാശി കഴിഞ്ഞ് 11ാം ഭാവരാശിയിലേക്ക് പ്രവേശിക്കേണ്ടുന്ന ഒരവസ്ഥ ഗുരുവിന് വരുന്നത്. അത് ഈ 11ലേക്ക് ഗുരു പ്രവേശിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഗുരു അതിൻ്റെ ഉച്ചരാശിയിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ ക്രമേണ ആ ഗുരുവിൻ്റെ വേഗതയ്ക്ക് കുറവ് വരികയും ആ ഗുരു വക്രസ്ഥിതിയിലാകുകയും തിരികെ വീണ്ടും ഡിസംബർ 5 ആ കർമ്മസ്ഥാനത്തേക്ക് ആ ഗുരു മിഥുനം രാശിയിലേക്ക് 10ലേക്ക് ആ ഗുരു തിരികെ പ്രവേശിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് ഈ ഗുരുവിൻ്റെ രാശിമാറ്റം ഒരു ഹ്രസ്വകാലത്തേക്കുള്ള രാശിമാറ്റമായിട്ട് കാണേണ്ടത്. ഹ്രസ്വകാലത്തേക്കാണ് ഈ ഗുരുവിൻ്റെ രാശിമാറ്റമെങ്കിലും അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം ആ ഗുരു 11 നിന്നുകൊണ്ട് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 3-ലും 5-ലും
7-ലും ഒക്കെ ദൃഷ്ടി ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു ഗ്രഹം, പ്രത്യേകിച്ച് ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു രാശിയിൽ വന്നു കഴിഞ്ഞാൽ ആ രാശിയുടെ ഫലം മാത്രമല്ല, വന്നതിൻ്റെ ഫലം മാത്രമല്ല, അവിടെ നിന്നുകൊണ്ട് ആ ഗുരു എവിടെയൊക്കെ നോക്കുന്നു അതിൻ്റെ ഫലവും നമുക്ക് കിട്ടും. അപ്പം 3-ൻ്റെയും 5-ൻ്റെയും 7-ൻ്റെയും രാശികളിൽ ആ ഗുരു ദൃഷ്ടി ചെയ്യുകയാണ്. അപ്പോൾ പൊതുവെ നമുക്ക് 11 പറയുമ്പോൾ 11ലേക്കാണ് ഗുരു വരുന്നത്. 11 നേട്ടത്തിൻ്റെ സ്ഥാനമാണ്, ഇച്ഛാപൂർത്തി സ്ഥാനമാണ്, നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാവുന്ന ഒരു സ്ഥാനമാണ്, കൈവരിക്കുന്ന സ്ഥാനമാണ് ഈ 11 എന്ന് പറയുന്നത്. അവിടെ ഈ നവഗ്രഹങ്ങളിൽ ഏറ്റവും ശുഭത്വമുള്ള ഒരു ഗ്രഹം 11 വരികയാണ്. അപ്പോൾ നേട്ടങ്ങളുടെ രാശിയിലേക്ക്, ഉപജയ രാശിയിലേക്ക് ഗുരു ഉച്ചസ്ഥിതനാകുക എന്ന് പറയുമ്പോൾ എല്ലാ തലങ്ങളിലും നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം എന്ന് പറയാം. സഡൻ നേട്ടങ്ങൾ, പ്രത്യേകിച്ച് ആഗ്രഹങ്ങൾ സഫലമാകുന്ന സമയം. ഫാമിലി തലത്തിൽ സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകും. മാതാവിന് ഭാഗ്യനേട്ടങ്ങൾ, റിയൽ എസ്റ്റേറ്റ് നടത്തുന്നവർക്ക് അതിൻ്റെ വഴി നേട്ടങ്ങൾ, വസ്തു ക്രയവിക്രയം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയം, അതുവഴിയൊക്കെ ലാഭവർദ്ധനവ് ഉണ്ടാകുന്ന സമയം. ജ്യേഷ്ഠ സഹോദരൻ നടത്തുന്ന സംരംഭങ്ങളുമായിട്ടൊക്കെ ചേർന്ന് ജ്യേഷ്ഠ സഹോദരനൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും. സുഹൃത്തുക്കളുമായിട്ടും അതുപോലെ സാമൂഹ്യ ബന്ധങ്ങളുമൊക്കെ തന്നെ വളരെ അനുകൂലമാണ്. അതിന് അവർ സുഹൃത്തുക്കളും വഴിയും സാമൂഹ്യ ബന്ധങ്ങൾ വഴിയൊക്കെ നമുക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ട് ഈ ഗുരുവിൻ്റെ 11ലേക്കുള്ള രാശിമാറ്റം. കാരണം ധനകാരകനായിട്ടുള്ള ഒരു ഗുരുവാണ് നേട്ടത്തിൻ്റെ സ്ഥാനത്ത് വരും. അപ്പം ധനപരമായിട്ട് നമുക്ക് സഡൻ നേട്ടങ്ങൾ ഈ ഹ്രസ്വകാലത്ത് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, നമുക്ക് ഈ 11 എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പല പാർട്ടികളിൽ, പല ഫംഗ്ഷനിലൊക്കെ പങ്കെടുക്കുന്നതിനും സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടുന്നതിനൊക്കെ യോഗമുണ്ട്. പൊതുവെ എല്ലാ തലങ്ങളിലും അല്പം ബിസി ആകുന്ന സമയം എന്ന് തന്നെ പറയാം. കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാണ്. ഗുരു 3ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രഭാഷണത്തിലൊക്കെ പങ്കെടുക്കുന്നവർ, ഡിബേറ്റിലൊക്കെ പങ്കെടുക്കുന്നവർ, ആ പ്രഭാഷണത്തിലും ഡിബേറ്റിലൊക്കെ ആധിപത്യം പുലർത്തുന്ന ഒരു അവസ്ഥയായിരിക്കും. ടീച്ചിങ്ങിലൊക്കെ ശോഭിക്കും. മോട്ടിവേഷൻ കോഴ്സൊക്കെ നടത്തുന്നവർക്കൊക്കെ വളരെ അപ്രസിയേഷൻ ഉണ്ടാകുന്ന സമയമായിരിക്കും. അവരുടെ കഴിവ് തെളിയിക്കാൻ കഴിയും. ഉപാസനാദി വിഷയങ്ങളിൽ വളരെ ഫോക്കസ് ചെയ്യുന്ന സമയമായിരിക്കും. സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ആത്മജ്ഞാനമൊക്കെ ആർജിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ പഠനത്തിലൊക്കെ നമുക്ക് ഫോക്കസ് കൂടും. പഠനത്തിലെ ആലസ്യമൊക്കെ മാറിക്കിട്ടും. വിഷയത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയത്തിലൊക്കെ അഡ്മിഷൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധ്യത കൂടുതലാണ്. പഠനത്തിൽ ശ്രദ്ധ കൂടും. പരീക്ഷകളിലൊക്കെ കൂടുതൽ ശ്രദ്ധ, അതിലൊക്കെ മികവ് പുലർത്തുന്നതിനൊക്കെ കഴിയുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. പൊതുവെ ഈ കൂറുകാർ നല്ല അവരുടെ ബുദ്ധിശക്തി കൂടുന്ന സമയമാണ്. അവരുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ കൂടുന്ന സമയമാണ്. ക്രിയേറ്റീവ് തലത്തിലും സ്പെക്കുലേറ്റീവ് തലത്തിലുമൊക്കെ വളരെ വിജയം അവർക്കുണ്ടാകും. സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴിയൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ വിവാഹമൊക്കെ ആലോചിക്കണം എന്നൊക്കെ കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സഡൻ ആയിട്ടുള്ള പ്രപ്പോസൽ വരുന്നതിനും, പ്രത്യേകിച്ച് 7ാം ഭാവാധിപൻ ആ 11 നിന്നുകൊണ്ട് 7ലേക്ക് തന്നെ ദൃഷ്ടി ചെയ്യുകയാണ്. അപ്പം തീർച്ചയായിട്ടും ആലോചനകൾക്ക് വളരെ വേഗത കൂടും. വിവാഹ നിശ്ചയത്തിനും വിവാഹത്തിനൊക്കെ അനുകൂല സമയമായിട്ട് നമുക്ക് കാണാം. ദാമ്പത്യ ബന്ധങ്ങളിലെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ഇവയൊക്കെ മാറും. പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് വഴിയൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹം വഴിയൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന സമയം എന്നും കൂടെ പറയാം. റൊമാൻറ്റിക് റിലേഷൻഷിപ്പൊക്കെ ശക്തമാകുന്ന സമയമാണ്. പ്രണയതലത്തിലുമൊക്കെ തന്നെ ഗുണാനുഭവം ഉണ്ടാകുന്ന ഒരു സമയമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ചിലപ്പോൾ പ്രണയബന്ധം വഴിയൊക്കെ നമുക്ക് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. പൊതുവെ സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ദൂരയാത്രകൾ, അതുപോലെ ഷോപ്പിംഗ്, പർച്ചേസ്, ഇവയ്ക്കൊക്കെ സാധ്യതയുള്ള സമയമാണ്. ദമ്പതിമാർക്കൊക്കെ പൊതുവെ ഡിവൈൻ തോട്ട്സ് ഉണ്ടാകുന്ന സമയമെന്ന് പറയാം. അപ്പം അവർക്ക് പരസ്പര വിശ്വാസം കൂടും. അവരുടെ റിലേഷൻഷിപ്പൊക്കെ കൂടുതൽ ശക്തമാകും. പ്രശ്നങ്ങൾ, അതിൻ്റെ മൂലകാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാനൊക്കെ കഴിയും. ബിസിനസ്സിലൊക്കെ വിജയം പ്രതീക്ഷിക്കാം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ഭാഗ്യനേട്ടങ്ങൾ വരാവുന്ന സമയമാണ്. പുതിയ പാർട്ട്നേഴ്സൊക്കെ ബിസിനസ്സിൽ വന്നു ചേരുന്നതിന് സാധ്യതയുണ്ട്. പൊതുവെ
വിവിധ തലങ്ങളിൽ വിവിധ സോഴ്സുകളിൽ നിന്ന് ധനാഗമം ഉണ്ടാകും. അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാവുന്ന ഇച്ഛാപൂർത്തി സ്ഥാനത്ത് ആ ഗുരു ഉച്ചസ്ഥിതിയിൽ വരുന്നത് നമ്മുടെ ആഗ്രഹങ്ങളും നമുക്ക് വലിയ നേട്ടങ്ങളും ഉറപ്പുവരുത്തും എന്ന് തന്നെ പറയാം. ഇനി തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ഗുരു ഈ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ തുലാക്കൂറുകാരെന്ന് പറയുമ്പോൾ ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചോതി, അതുപോലെ വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ തുലാക്കൂറുകാർക്ക് ഗുരു എന്ന് പറയുന്നത് 3-ാം ഭാവാധിപനുമാണ്, 6-ാം ഭാവാധിപനുമാണ്. ആ ഗുരു ഇപ്പോൾ അവരുടെ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുകയാണ്, 9-ൽ സഞ്ചരിക്കുകയാണ്. 9-ൽ സഞ്ചരിക്കുന്ന ആ ഗുരു ഒക്ടോബർ 18-ന് 9-ൽ നിന്നും 10-ലേക്ക് കർമ്മസ്ഥാനത്തേക്ക് രാശി മാറുകയാണ്. ഈ കർമ്മസ്ഥാനം എന്ന് പറയുന്നത് തുലാക്കൂറുകാരുടെ ഗുരുവിൻ്റെ ഉച്ചരാശി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ 10-ാം രാശി, 10-ാം ഭാവരാശി ഗുരുവിൻ്റെ ഉച്ചരാശി. അപ്പം ഗുരുവിൻ്റെ ഈ രാശി മാറ്റം എന്ന് പറയുന്നത് ദീർഘകാലത്തേക്കല്ല, പൊതുവെ ഹ്രസ്വകാലത്തേക്കുള്ളൊരു രാശി മാറ്റമാണ്. അതായത് ഒക്ടോബർ 18 മുതൽ ഡിസംബർ 5 വരെ മാത്രമേ ഗുരു ആ കർക്കിടക രാശിയിൽ ഉണ്ടാവുകയുള്ളൂ. അത് ഹ്രസ്വകാലത്തേക്കെന്ന് പറയാൻ കാരണം, സാധാരണ ഒരു രാശിയിൽ ഗുരു വന്നു കഴിഞ്ഞാൽ, ഇപ്പം മിഥുനൻ രാശിയിലാണ് ഗുരു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, ഭാഗ്യസ്ഥാനം. അപ്പോൾ ആ മിഥുനൻ രാശിയിൽ കഴിഞ്ഞ മെയ് 14-ന് ആണ് ഗുരു അവിടെ വന്നത്. അപ്പോൾ 2026 മെയ് വരെ ആ ഗുരു അവിടെ കാണും. ഏകദേശം 1 വർഷത്തോളം ആ രാശിയിൽ ഉണ്ടാകണം. എന്നാൽ ആ ഭാഗ്യസ്ഥാനത്ത് വന്ന ഗുരു ഭാഗ്യസ്ഥാനത്ത് വേഗത്തിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ ആ ഭാഗ്യസ്ഥാനം കഴിഞ്ഞ് കർമ്മസ്ഥാനത്തേക്ക് മാറേണ്ടുന്നൊരവസ്ഥ വരുന്നു. അങ്ങനെ ഗുരു ഒക്ടോബർ 18-ന് മിഥുനം രാശിയിൽ നിന്ന് കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നു. പക്ഷേ കർക്കിടക രാശിയിൽ വന്നു കഴിയുമ്പോൾ ആ ഗുരുവിൻ്റെ വേഗത ക്രമേണ കുറയുന്നു. അങ്ങനെ ക്രമേണ ആ ഗുരു വക്രഗതിയിലായിട്ട് തിരികെ ഡിസംബർ 5 തിരികെ വീണ്ടും ആ 9-ലേക്ക് മിഥുനൻ രാശിയിലേക്ക് ആ ഗുരു തിരികെ പ്രവേശിക്കുന്നു. അതുകൊണ്ടാണ് ഇത് ഹ്രസ്വകാലത്തേക്കുള്ള രാശി മാറ്റമൊന്നും. ഏകദേശം ഒരു 48 ദിവസത്തോളം മാത്രമാണ് ആ ഗുരു കർക്കിടക രാശിയിൽ വരുന്നത്. അപ്പോൾ ഈ കർക്കിടക രാശിയിൽ കർമ്മസ്ഥാനത്ത് വരുന്ന ഗുരു അവിടെ നിന്ന് ഈ കൂറുകാരുടെ 2, 4, 6 ഭാവരാശികളിൽ ദൃഷ്ടി ചെയ്യുന്നു. പ്രത്യേകിച്ച് ഗുരു 6-ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ രാശിമാറ്റം എന്ന് പറയുന്നത് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിലിൻ്റെ, അവരുടെ കർമ്മത്തിൻ്റെ മേഖലയിലാണ് ഗുരു ഉച്ചസ്ഥിതനാകുന്നത്. അപ്പോൾ അത് കർമ്മതലത്തിൽ ഈ കൂറുകാർക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ കഴിയും. അവർ ഇടപെടുന്ന ഏതു മേഖലയിലും അവരുടെ കഴിവ്, അവരുടെ കാര്യക്ഷമത അവർക്ക് കൂടുന്ന സമയം എന്ന് പറയും. കർമ്മമണ്ഡലം വിപുലമാകും. തൊഴിലിലൊക്കെ മാറ്റത്തിന് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ തൊഴിൽ ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട്. പൊതുവെ തൊഴിലെടുത്ത് കർമ്മസ്ഥാനത്ത് ഗുരു ഉച്ചസ്ഥിതനാകുമ്പോൾ മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി, അവരുടെയൊക്കെ അപ്രസിയേഷനൊക്കെ നമുക്കുണ്ടാകും. അതൊക്കെ നമുക്ക് തൊഴിലിൽ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ 3-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു കർമ്മസ്ഥാനത്ത് വരുമ്പോൾ നമ്മൾ കർമ്മത്തിലൊക്കെ ആക്റ്റീവ് ആകും. നമ്മുടെ ബുദ്ധിശക്തിയൊക്കെ അവിടെ പ്രകടിപ്പിക്കാൻ കഴിയും. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് യാത്രകൾ വേണ്ടി വരും. അതുവഴിയൊക്കെ നേട്ടങ്ങളുണ്ടാകും. സഹോദരന്മാർക്ക് തൊഴിലിന് സാധ്യതയുണ്ട്. 3-ാം ഭാവാധിപൻ കർമ്മസ്ഥാനത്ത് വരികയാണ്. അപ്പോൾ പൊതുവെ സേവന മേഖല, നിയമമേഖല, എഴുത്തുകാർ, പ്രഭാഷകർ, അഡ്വൈസർ വർക്ക് ചെയ്യുന്നവർ, പുരോഹിതർ, ട്രാവൽ ഏജൻസികൾ, പ്രസാധകർ, ഇവർക്കൊക്കെ അവരുടെ മേഖലകളിൽ വളരെ കൂടുതൽ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ധനപരമായിട്ട് നേട്ടമുണ്ടാകും. പൊതുവെ ആ ഗുരു 2-ൽ ദൃഷ്ടി ചെയ്യുകയാണ്. അപ്പോൾ കർമ്മസ്ഥാനത്ത് നിന്ന് ആ ഗുരു അതിൻ്റെ 5-ാം ഭാവമായ 2-ലേക്ക് ദൃഷ്ടി ചെയ്യുകയാണ്. അപ്പോൾ അത് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിന് അത് വഴിതെളിക്കും. അതുപോലെ തന്നെ നമ്മുടെ സമ്പാദ്യത്തിന് ഒരു മാറ്റം, ഒരു വർധനവ് നമുക്ക് ഈ സമയത്തുണ്ടാകും. പ്രത്യേകിച്ച് ഈ സ്പെക്കുലേറ്റീവ് വർക്ക് വഴി, ക്രിയേറ്റീവ് വർക്ക് വഴി
ഒക്കെ നമുക്ക് ധനപരമായിട്ട് നേട്ടം ഉണ്ടാകും. ഇപ്പം നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർ, ഒക്കൾട്ടിസം, തന്ത്രവിദ്യകൾ, ജ്യോതിഷം, ഇതുപോലെയുള്ള കോഴ്സ്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അഭ്യസിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സാമ്പത്തിക നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. അവരുടെ കുടുംബത്തിലൊക്കെ പൊതുവേ നമുക്ക് കമ്മിറ്റ്മെൻറ്റ് കൂടുന്ന സമയമാണ്. കുടുംബത്തിൽ സുഖം, സന്തോഷ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ കുടുംബത്തിൽ സമാധാനം, എല്ലാ കാര്യത്തിലും നമുക്ക് കുടുംബത്തിൻ്റെയൊക്കെ സഹായം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുടുംബകാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ വീട് അല്ലെങ്കിൽ വാഹനം അല്ലെങ്കിൽ വസ്തു ഇവയൊക്കെ വാങ്ങാനോ അതിനുവേണ്ടിയുള്ള ആസൂത്രണമൊക്കെ ഈ സമയത്തുണ്ടാകാം. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഈ സമയത്ത് നടത്താൻ സാധ്യതയുണ്ട്. അതുപോലെ ബിസിനസ് റിലേഷൻഷിപ്പൊക്കെ വളരെ ശക്തമാകുന്ന സമയമാണ്. ചിലർക്ക് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഈ സമയത്ത് പൊതുവെ ധനച്ചെലവ് കൂടുന്നതിന് സാധ്യതയുണ്ട്. വർക്ക് പ്ലേസിലെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് 6-ാം ഭാവാധിപൻ 6-ലേക്ക് തന്നെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ വർക്ക് പ്ലേസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. തൊഴിലിടത്തെ ശത്രുക്കളെ തിരിച്ചറിയും. ആ ശത്രുക്കളുടെ ഉപദ്രവമൊക്കെ കുറയുന്ന സമയമാണ്. പൊതുവെ ഡെയിലി റൂട്ടിനൊക്കെ സുഗമമാകുന്ന സമയമാണ്. പ്രവർത്തന മേഖലകളിലൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയമാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറും. കോവർക്കേഴ്സിൻ്റെയൊക്കെ സഹകരണം ഉണ്ടാകും. കടബാധ്യതകളൊക്കെ വീടുന്നതിന് സാധ്യതയുണ്ട്. പൊതുവെ നമുക്ക് പ്രാരാബ്ധ കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്ന സമയമെന്ന് പറയാം. നമ്മുടെ ചുമതലകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ ചുമതലാബോധത്തോടു കൂടിയുള്ളൊരു പ്രവർത്തനം ഈ സമയത്തുണ്ടാകും. മാതൃ സഹോദരനൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അവരുടെയൊക്കെ ഒരു സഹായം ഈ സമയത്ത് പ്രതീക്ഷിക്കാം. പൊതുവെ ഗുരുവിൻ്റെ രാശിമാറ്റം ഈ തുലാക്കൂറുകാർക്ക് കർമ്മസംബന്ധമായിട്ടും ധനപരമായിട്ടും തൊഴിലിടത്തെ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ മാറ്റുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി ഗുരുവിൻ്റെ രാശിമാറ്റം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. ഇനി വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ഗുരു കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വൃശ്ചികക്കൂറുകാരെന്ന് പറയുമ്പോൾ വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാന പാദം, അതുപോലെ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരാണ്. ഇപ്പോൾ വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ഗുരു 2-ാം ഭാവാധിപനാണ്, 5-ാം ഭാവാധിപനാണ്. അപ്പോൾ ധനഭാവാധിപനും 5-ാം ഭാവാധിപനുമായിട്ടുള്ള ഗുരു ഇപ്പോൾ അവരുടെ അഷ്ടമത്തിൽ നിൽക്കുകയാണ്, അഷ്ടമത്തിൽ സഞ്ചരിക്കുകയാണ്. അതായത് മിഥുനരാശിയിലാണിപ്പോൾ ഗുരു സഞ്ചരിക്കുന്നത്. ആ മിഥുനരാശിയിൽ നിന്ന് ഒക്ടോബർ 18-ന് ആ ഗുരു 8-ൽ നിന്നും 9-ലേക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നു. അതായത് ഗുരു ഭാഗ്യസ്ഥാനത്ത് ഉച്ചസ്ഥിതനാകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. പക്ഷേ ഇതൊരു ഹ്രസ്വകാലത്തേക്കുള്ള പ്രതിഭാസമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അതായത് ഒക്ടോബർ 18 മുതൽ ഡിസംബർ 5 വരെ മാത്രമാണ് ആ ഗുരു ഭാഗ്യസ്ഥാനത്ത് ഉച്ചസ്ഥിതനാകുന്നത്. കാരണം സാധാരണ നമ്മൾ ഗുരു ഒരു രാശിയിൽ വന്നാൽ, ഇപ്പോൾ അഷ്ടമത്തിൽ ആണ് ഗുരു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഷ്ടമരാശിയിൽ ആ ഗുരു വന്നത് കഴിഞ്ഞ മെയ് 14-നാണ്. അപ്പോൾ സാധാരണ ഗുരു ഒരു രാശിയിൽ വന്ന ഒരു കൊല്ലത്തോളം ആ രാശിയിൽ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ 2026 മെയ് മാസം വരെ ആ ഗുരു ആ രാശിയിൽ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അഷ്ടമരാശിയിൽ വന്ന ഗുരു ആ രാശിയിൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഗുരു അതിവേഗത്തിൽ സഞ്ചരിക്കുന്നു, അതിചാരിയാകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഒക്ടോബർ 18-ന് ആ അഷ്ടമരാശി അല്ലെങ്കിൽ മിഥുനരാശിയിൽ നിന്നും കർക്കിടക രാശിയിലേക്ക് ആ ഗുരു പ്രവേശിക്കേണ്ടി വരുന്നത്. പക്ഷേ കർക്കിടക രാശിയിൽ ഭാഗ്യസ്ഥാനത്ത് ഗുരു വരുമ്പോൾ ആ ഗുരു ഭാഗ്യസ്ഥാനത്ത് സ്ഥായിയല്ല, ക്രമേണ ഭാഗ്യസ്ഥാനത്ത് വരുന്ന ആ ഗുരു വേഗത കുറയുകയും ക്രമേണ അത് വക്രഗതിയിലാകുകയും അങ്ങനെ ഡിസംബർ 5 ഭാഗ്യസ്ഥാനത്ത് നിന്ന് തിരികെ വീണ്ടും അഷ്ടമത്തിലേക്ക് ആ ഗുരു പ്രവേശിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഹ്രസ്വകാല പ്രതിഭാസമായിട്ട് വേണം നമ്മൾ ഈ ഗുരുവിൻ്റെ രാശിമാറ്റത്തെ കാണാം. ഏകദേശം 48 ദിവസത്തോളം മാത്രമേ ഗുരു ഭാഗ്യരാശിയിൽ ഉച്ചസ്ഥിതനായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ നിൽക്കുന്ന ആ ഗുരു, ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്ന ഗുരു ഈ കൂറുകാരുടെ 3-ലും 5-ലും അതുപോലെ ദൃഷ്ടി ചെയ്യുന്ന സമയം ജന്മരാശിയിലും ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ ജന്മരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നു, 3-ൽ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നു, 5-ൽ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നു. അപ്പോൾ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യസ്ഥാനത്ത് ഗുരു ഉച്ചസ്ഥിതനാകുമ്പോൾ സഡനായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ ഈ കൂറുകാർക്ക് ഈ ഹ്രസ്വ കാലയളവിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക സ്ഥിതിയിൽ നേട്ടമുണ്ടാകും.
അതുവഴിയൊക്കെ സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകും. പൊതുവെ പൂർവ ജന്മ കർമ്മത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ചെയ്ത കർമ്മത്തിൻ്റെയോ ഒക്കെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന സമയമായിരിക്കും. അതായത് തൊഴിലിൽ ചിലപ്പോൾ ഭാഗ്യം ഉണ്ടാകാം, കർമ്മത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകാം, ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂടാം, ആത്മജ്ഞാനമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതൊക്കെ നമുക്ക് കൂടുതൽ സന്തോഷാനുഭവങ്ങൾ, നല്ല ചിന്തകൾക്കൊക്കെ അത് വഴിതെളിക്കും. അപ്പോൾ പൊതുവെ ധർമ്മചിന്തയൊക്കെ കൂടുന്ന സമയമായിരിക്കും. ഉന്നത പഠനം, ഗവേഷണം ഇവയിലൊക്കെ നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ടീച്ചിങ്ങിൽ, പ്രീച്ചിങ്ങിൽ ഒക്കെ തന്നെ ശോഭിക്കുന്ന സമയം എന്ന് പറയാം. ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട്. വിദേശ യാത്രകൾക്ക് പ്ലാൻ ചെയ്യുന്നവർക്ക് അതിനനുകൂല സമയമാണ്. അതുപോലെ വിദേശത്ത് പഠനമോ തീർത്ഥാടനമോ അല്ലെങ്കിൽ തൊഴിലോ ഇവയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ദൂരയാത്രകൾ ഈ സമയത്ത് ഉണ്ടാകാം. അതുപോലെ സന്താനങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. കാരണം 5-ാം ഭാവാധിപൻ 5-ന്റെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. ഭാഗ്യസ്ഥാനത്ത് നിന്ന് 5-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. സന്താനങ്ങൾക്ക് ഏറ്റവും നല്ല സമയം എന്ന് പറയാം. ഇപ്പം സന്താനങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നവർക്ക് ശുഭവാർത്ത ശ്രവിക്കാൻ കഴിയുന്ന സമയമാണ്. പൊതുവെ സന്താനങ്ങൾക്ക് ഭാഗ്യാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. ആത്മീയ കാര്യങ്ങളിൽ, ഉപാസനാദി കാര്യങ്ങളിൽ, മന്ത്ര കാര്യങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യും. മന്ത്രസിദ്ധിയൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. ക്രിയേറ്റീവ് തലത്തിൽ ഒക്കെ വളരെ ശോഭിക്കുന്ന സമയമാണ്. നമ്മുടെ ആശയങ്ങൾക്കൊക്കെ ഒരു സ്വീകാര്യത ഉണ്ടാകുന്ന സമയമാണ്. നമ്മുടെ ബുദ്ധിശക്തിയൊക്കെ കൂടുന്ന സമയമാണ്. പൊതുവെ ഡിവൈൻ ബ്ലിസ് ഉണ്ടാകുന്ന സമയമാണ്. ഈശ്വര കടാക്ഷം അനുഭവപ്പെടുന്ന സമയമായിരിക്കും ഈ ഹ്രസ്വ കാലയളവ്. അതായത് ഒക്ടോബർ 18 മുതൽ ഡിസംബർ 5 വരെയുള്ള സമയം. പൊതുവെ നമുക്ക് 3-ലൊക്കെ ആ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ നമുക്ക് മുന്നിട്ടിറങ്ങാനുള്ളൊരു ധൈര്യക്കുറവൊക്കെ മാറിക്കിട്ടും. ധൈര്യം ഉണ്ടാകും, വീര്യം ഉണ്ടാകും. ധൈര്യവും വീര്യവും സംഭരിച്ച് പ്രവർത്തനങ്ങളിലൊക്കെ വ്യാപൃതനാകുന്ന സമയമാണ്. നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ സമീപനത്തിൽ, നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഒക്കെ തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം നമുക്ക് ഉണ്ടാകും. അത് മറ്റുള്ളവർക്ക് വളരെ സ്വാധീനിക്കും എന്ന് തന്നെ പറയാം. മറ്റുള്ളവരെ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കിലൊക്കെ നേട്ടങ്ങളുണ്ടാകും. സഹോദരങ്ങളുമായിട്ടൊക്കെ, പ്രത്യേകിച്ച് ആ 3-ാം ഭാവരാശി എന്ന് പറയുന്നത് ഗുരുവിൻ്റെ നീചരാശിയാണ്. അവിടത്തേക്ക് ഗുരു ദൃഷ്ടി ചെയ്യുകയാണ്. അപ്പോൾ സഹോദരങ്ങളുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. എങ്കിലും അത് വഴസാകില്ല എന്ന് പ്രതീക്ഷിക്കുക. പുത്തനാശയങ്ങൾക്ക് സ്വീകാര്യതയുള്ള സമയമാണ്. സ്പെക്കുലേറ്റീവ് തലത്തിലൊക്കെ ശോഭിക്കുന്ന സമയമാണ്. സ്പെക്കുലേറ്റീവ് വെഞ്ചറൊക്കെ ഗുണം ചെയ്യുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. പഠനത്തിലൊക്കെ ഫോക്കസ് കൂടും. ക്രിയേറ്റീവ് വർക്കിലൊക്കെ ശോഭിക്കും. അതുപോലെ ഗുരുക്കന്മാരുടെ അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള അധ്യാപകരുടെയൊക്കെ സഹായം, പ്രത്യേകിച്ച് അവരുടെയൊക്കെ മാർഗനിർദ്ദേശങ്ങൾ ഈ കൂറുകാർക്ക് വളരെ ഗുണം ചെയ്യുന്ന സമയമായിരിക്കും. ഇന്നലെകളുടെ നല്ല പ്രവർത്തനങ്ങൾക്ക് സത്ഫലങ്ങൾ കിട്ടുന്ന സമയം എന്ന് തന്നെ പറയാം. പൊതുവെ ഡിവൈനിറ്റി കൂടുന്ന സമയമായതുകൊണ്ട് ഈശ്വര കടാക്ഷം ഈ സമയത്തുണ്ടാകും. ഭാഗ്യാനുഭവങ്ങൾ സാക്ഷ്യം വഹിക്കും. ഭാഗ്യാനുഭവങ്ങൾ വരും. ജീവിത പങ്കാളിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ്. ബിസിനസ് പാർട്ട്നേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ മെച്ചപ്പെടും. പൊതുവെ നമുക്ക് സുഹൃത്തുക്കൾ, നമ്മുടെ നൈബേഴ്സ് ഇവരുമായിട്ടുള്ള ബന്ധമൊക്കെ ഈ സമയത്ത് മെച്ചപ്പെടും. പൊതുവെ നമുക്ക് ഗുണാനുഭവം, ഭാഗ്യാനുഭവം പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ട് ഈ ഹ്രസ്വകാലത്തേക്ക് ആ ഗുരുവിൻ്റെ കർക്കിടക രാശിയിലേക്ക്, ഉച്ചരാശിയിലേക്കുള്ള രാശിമാറ്റം വഴിതെളിക്കും എന്ന് തന്നെ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.